ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ. ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ. ഗ്രാൻഡ് ലേഡീസ് ഹബ്, 3 പീടിക. ഇനി വിവാഹം ഇന്റിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ, വിവാഹം വരെ സർവീസ്. ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി, ബ്യൂട്ടിഫൈയിങ് യുവർ ലൈഫ്. ജനക്ഷേമത്തിനും സുസ്ഥിര വികസനത്തിനും ഊന്നൽ നൽകി പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. ഈ 14 പദ്ധതിയുടെ പൊതുകാഴ്ചപ്പാട് ഗവൺമെൻറ് എന്തെടുത്തിട്ടുണ്ടോ അതേ സമീപനം മുൻതുടർന്നുകൊണ്ട് തന്നെയാണ് നമ്മുടെ പഞ്ചായത്ത് അതിന് രൂപകൽപ്പന ചെയ്തിരുന്നത്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഗവൺമെൻറ് വിഭാവനം ചെയ്തിട്ടുള്ളത് അടിസ്ഥാന പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് ഏറ്റവും സമൂഹത്തിൻ്റെ താഴെത്തട്ടിലുള്ള ജനവിഭാഗങ്ങളുടെ ജീവിതത്തിനെ മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ രീതിയിൽ ഉയർത്തുന്ന തലത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തന പദ്ധതിയാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അവരെ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്താനുള്ള പ്രശ്നം പ്രധാനമായിട്ടുള്ളായിരുന്നു. തൊഴിൽ വരുമാനം ഏറ്റവും പ്രധാനമായിരുന്നു. അവർ വിദ്യാഭ്യാസ രംഗത്ത് ഉന്നമനത്തിനാവശ്യമുള്ള ഇടപെടൽ നടത്തുന്നത് ഏറ്റവും പ്രധാനമായിരുന്നു. ഈ കാഴ്ചപ്പാടിൻ്റെ ഉള്ളടക്കത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ 4 വർഷം നടപ്പാക്കിയ പദ്ധതികളുടെ ഒരു പരിപ്രേക്ഷ്യം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് മീറ്റിംഗ് ഹാളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK രാജുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്ധ്യ സുനിൽ ബജറ്റ് അവതരിപ്പിച്ചു. കേരള സർക്കാരിൻ്റെ വികസന കാഴ്ചപ്പാടായ അടിസ്ഥാന സൗകര്യ വികസനം, സാമൂഹ്യ സുരക്ഷ, സുസ്ഥിര ഉൽപ്പാദനം എന്നീ ലക്ഷ്യങ്ങളെ മുൻനിർത്തിയാണ് നാം ഈ ബജറ്റ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ജനകീയാസൂത്രണത്തിൻ്റെ 30ാം വർഷത്തിലേക്ക് നാം കടക്കുമ്പോൾ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ യഥാർത്ഥ ഗുണഫലം ഓരോ ഗ്രാമീണനിലും എത്തിക്കുക എന്നതാണ് നമ്മുടെ ദൗത്യം. നവകേരള കാഴ്ചപ്പാടും നമ്മുടെ ബജറ്റും. അതിജീവനവും സാമൂഹ്യ സുരക്ഷയും സംസ്ഥാന സർക്കാരിൻ്റെ സാമൂഹ്യ സുരക്ഷാ നയത്തിൻ്റെ ഭാഗമായി വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ എന്നിവയ്ക്കായി 8.2 കോടിയിലധികം രൂപ ഈ ബജറ്റിൽ നാം നീക്കിവെച്ചിട്ടുണ്ട്. 57,74,14,388 രൂപ വരവും 56,92,55,720 രൂപ ചെലവും 81,58,668 രൂപ നീക്കിയിരുപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. ആരോഗ്യമേഖലയിൽ പെരിഞ്ഞനാരോഗ്യം സമഗ്ര ആരോഗ്യ പദ്ധതിയുടെ ഭാഗമായി പാലിയേറ്റീവ് രംഗത്തിന് സമാനമായ രീതിയിൽ വയോജനങ്ങളെയും വീടുകളിലെത്തിച്ച് പരിചരിക്കുന്ന മൊബൈൽ ക്ലിനിക് സംവിധാനം CSR ഫണ്ടുമായി സംയോജിപ്പിച്ച് നടപ്പിലാക്കും. ഇതിനായി 40 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഭവന നിർമ്മാണം, പുനരുദ്ധാരണം എന്നീ പ്രവൃത്തികൾക്കായി 2,11,45,000 രൂപയും വനിതകൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും തൊഴിൽ പരിശീലനത്തിനും തൊഴിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമായി 5,30,000 രൂപ വകയിരുത്തിയിട്ടുണ്ട്. പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലായി റോഡ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായി 1,83,00,000 രൂപ വകയിരുത്തിയിട്ടുണ്ട്. യോഗത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി KB മുഹമ്മദ് റഫീഖ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ, പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, തൃപ്രയാർ ആൻഡ് കൊടകര. സ്വർണത്തിന്റെ സത്യം. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്,
തൃപ്രയാർ 3 പീടിക.